ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഉണ്ട ഉണ്ടാക്കിയെടുത്താലോ. നല്ലൊരു ടേസ്റ്റാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഉണ്ട മതി നമുക്ക് ചായക്കൊപ്പം കഴിക്കാനായിട്ട്. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ അരിയുണ്ടയൊക്കെ കഴിക്കത്തില്ലേ, അതിലും രുചിയാണ്. ഒരു 20 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പറായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം കൂടി ഒന്ന് പറയാൻ മറക്കരുത്. കാരണം അത്രയ്ക്ക് രുചിയായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചക്കക്കുരു ഒക്കെ വാരി പള്ളയെ കളയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തോ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചക്കക്കുരു എല്ലാം നമ്മളിത് ഇങ്ങനെ ഒന്ന് വട്ടം നുറുക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാം ഇതുണ്ടല്ലോ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ചക്കക്കുരു നമ്മൾ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഇടിച്ചിട്ട് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് വറക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ വേണമെങ്കിൽ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കീറി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് വറക്കാം കേട്ടോ. ചട്ടിയിലിട്ട് വറക്കാൻ നേരം നല്ല അടി കട്ടിയുള്ള ചീഞ്ചട്ടി ഉണ്ടല്ലോ, ഇന്ത്യാലയത്തിൻ്റെ പോലത്തെ അങ്ങനെയൊക്കെ ഉള്ള ചീഞ്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വറന്ന് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് വറന്ന് കിട്ടും. ഇനി ഇത് ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഇച്ചിരി വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ല, അണ്ടിപ്പരിപ്പോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പോ കടല ഇതൊന്നും ഇല്ലെങ്കിൽ ചക്കക്കുരു മാത്രം മതി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ഒടിയുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇച്ചിരി കട്ടിയൊക്കെ ഉള്ളതാണെങ്കിലും പേടിക്കണ്ടാവും, ഒടിഞ്ഞില്ലെങ്കിലും ഇത് നമ്മൾ ശരിക്കും ഒന്ന് വേവിച്ചെടുത്ത പോലെ തന്നെ നല്ല ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വറക്കുമ്പോൾ അത് വെന്ത് കിട്ടും. കടലൊക്കെ കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് വറന്ന് കിട്ടിക്കോളൂ കേട്ടോ. അതായത് പോലെ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഈ ചക്കക്കുരു ആയതുകൊണ്ട് ചില ആളുകൾക്ക് ഗ്യാസ് കയറും. അപ്പോൾ ഈ ഗ്യാസ് കയറുന്ന ആളുകളാണെങ്കിലും ഗ്യാസ് കയറാത്ത ആളുകളാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതിനകത്തേക്ക് ഈ ചുക്കുണ്ടല്ലോ, ഈ ഇഞ്ചി ഉണങ്ങിയ ചുക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വറക്കാൻ നേരത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഗ്യാസ് ട്രബിൾ കയറത്തില്ല. ഇനി നമുക്ക് അത് മാറ്റി ചക്കക്കുരു ഒന്ന് ചൂടാക്കി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പണി നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു കുറച്ച് തേങ്ങ ചിരവി എടുക്കാം. തേങ്ങ ചിരവിയിലേക്ക് ഉണ്ടല്ലോ കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം, അതുപോലെ ഒരു 3-4 ഏലക്കയും കുറച്ച് ശർക്കരയും കൂടെ കൂടി ഇതുപോലെ അങ്ങോട്ട് പൊടിക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏലക്കയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് പെട്ടെന്ന് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചോട്ടോ. ഇനി ബാക്കിയുള്ള പണി നോക്കാവേ. ഇനി നമുക്കൊരു മിക്സിയുടെ വേറൊരു ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ കടലയും ചക്കക്കുരുവും കൂടെ കൂടി ഇതുപോലെ അങ്ങോട്ട് കോരിട്ടോ കേട്ടോ. അപ്പം ഫസ്റ്റിൽ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് വാരി കോരിങ്ങിട്ട് പൊടിക്കാണ്ട് നമുക്ക് കുറച്ച് വീതം ഒരു പപ്പാതി വീതം ഇട്ടിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പകുതിയാണ് വാരിയിട്ടേക്കുന്നത്. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, നോക്കിക്കേ, നല്ല നമ്മൾ അരി വറുത്ത് പൊടിച്ച പോലെ ഇരിക്കും. നമ്മൾ അരി വറുത്ത് പൊടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ അരിയൊക്കെ നമ്മൾ വറുത്ത് പൊടിക്കത്തില്ല, അതുപോലെ ഇരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞ ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് പറയത്തില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ബാക്കിയും കൂടെ കൂടിയിട്ട് അതുപോലെ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് നമുക്കത് പൊടിഞ്ഞ് കിട്ടും. ഇത് നോക്കിക്കേ, നല്ല ടേസ്റ്റും നല്ല മണം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഉണ്ടയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഇങ്ങനെ ആ ഒരു നമ്മൾ പൊടിച്ച് ചതച്ച് വെച്ചേക്കുന്ന നല്ല അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ശർക്കരയും ഇതൊക്കെ കൂടെ കൂടി ഇതുപോലെ അതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. നിങ്ങൾക്ക് ഇതിങ്ങനെ കുറച്ച് കൂടുതലൊക്കെ വീട്ടിലംഗങ്ങൾക്ക് കൂടുതലൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ചക്കക്കുരൊക്കെ നുറുക്കിയിട്ട് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഇത് ഒരുപാട് ദിവസത്തേക്ക് ഇരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാം. വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ ആണെങ്കിൽ 1-2 എടുത്തിട്ട് നമുക്ക് കടിച്ചായക്കൊപ്പം കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയതിന് ശേഷം എന്തായാലും നോക്കിക്കുക, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉരുളുന്ന രീതിയിൽ കിട്ടും. കണ്ടില്ല, നമ്മൾ അരി കൊണ്ടൊക്കെ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ കണ്ടില്ല, നല്ല രസമില്ല കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് കുറച്ച് കൂടുതൽ മധുരമൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കരയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിക്കോട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. നമ്മളിതിന് മുൻപ് ഉണ്ടാക്കി ചക്കയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റംസൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് കൂടി ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ആ ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ചക്കക്കുരു വീട്ടിലിരുന്ന് കളയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ചുക്കൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഏലക്കയൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ചക്കക്കുരാണ് ഇതിനകത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെന്ന് ഒരാളും പറയത്തില്ല. നമ്മൾ ഉണ്ട കൊടുത്താൽ പോലും ഇത് ചക്കക്കുരു ആണോ എന്ന് ചോദിക്കും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കൂടി വന്ന് പറയുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്ക്, നല്ലൊരിട്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാം കേട്ടോ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കല്ലേ. അപ്പോൾ അന്നേരം കാണാവേ.